റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക അനുവദിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വിൽക്കാൻ അനുവദിക്കുന്ന 30 ദിവസ ഇളവ് അമേരിക്ക അനുവദിച്ചതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. നിങ്ങൾ കേട്ടല്ലോ കഥ. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കണമെങ്കിൽ അമേരിക്കൻ്റെ അനുമതി വേണമെന്ന്. അത് 30 ദിവസത്തേക്ക് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഇറക്കാനുള്ള ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളെ ഈ രാജ്യത്തിൻ്റെ എഗ്രിമെൻ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തത് എന്നുള്ളതാണ്. ഒരു അടിയറ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങോട്ട്. ഈ ട്രംപ് പറയുന്നതിനനുസരിച്ച് തുള്ളാൻ മാത്രം എന്താണ് നമ്മളെ രാജ്യം ചെയ്ത തെറ്റ്? മോദിജി എന്തെങ്കിലും അബദ്ധം ചെയ്ത് ആ അബദ്ധം ഇവൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബ്ലാക്ക് മെയിൽ എന്നാണ് പേര് പറയുക. ഈ ആർജവത്തോടെ ഇന്ദിരാഗാന്ധി ഭരിച്ച നാടാണ് നമ്മളെ നാട്. ആർജവത്തോടെ മൻമോഹൻ സിംഗ് ഭരിച്ച നാടാണ് നമ്മളെ നാട്. ഒരു സ്ത്രീയുടെ ആർജവം പോലും ഇല്ലാതെ പോയോ നരേന്ദ്രമോദിക്ക്? ഇത് ഇന്ത്യ രാജ്യത്ത് നിന്നിട്ട് മൈക്കിൽ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ സ്ഥാനത്തൊക്കെയാണ് ആർജവം കാണിക്കേണ്ടത്. എന്ത് തമ്മാടിത്തരമാണെങ്കിലും ഈ ട്രംപ് ചെയ്തതെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു അബദ്ധം ഇവൻ്റെ കയ്യിൽ പെട്ടിട്ട് ഇവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിനോട് പറയണം, ഇതിൻ്റെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളും ക്ഷമിക്കൂലേ? ആരെങ്കിലും ഒരാൾ ക്ഷമിക്കാത്തതുണ്ടോ? കാരണം അത്രമാത്രം ധീരനായ നേതാവ് എന്ന് നമ്മളൊക്കെ മുദ്ര കുത്തിയ ഒരാളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിൻ്റെ കൈവശം എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറുള്ള ആളുകളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വളരെ നീചമായ കാര്യങ്ങളാണ്. നമ്മളെ രാജ്യത്തിന് 140 കോടി ജനങ്ങളുള്ള നമ്മളെ രാജ്യത്തിന് എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ അമേരിക്കൻ്റെ അനുമതി വേണം എന്ന് പറയുമ്പോൾ എന്നാൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ അനുമതി വേണോ? വേണ്ടല്ലോ. ഈ ഇസ്രായേലിൽ പോയിട്ടും അമേരിക്കയിൽ പോയിട്ടും എന്തിനാണ് ഈ ഒക്കാനിച്ച് നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത്? നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? അത് വളരെ നീചമായ പരിപാടിയാണ്. ഇതിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കാണെങ്കിൽ മോദിജി വലിയ ആർജവുള്ള നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ പറയുന്നത് ചില വെടിവാണങ്ങൾ പറയും മോദിജിനെ എല്ലാവർക്കും പേടിയാണ്, മറ്റുള്ള രാജ്യങ്ങളിലും മുഴുവനും പേടിയാണ്, വിശ്വഗുരുവാണെന്ന്. എവിടെ ഗുരു? എന്താണ് വിശ്വഗുരു? ഇതാണോ മറ്റേ അമേരിക്കക്ക് ഒക്കാനിച്ച് നിൽക്കലാണോ നമ്മുടെ വിശ്വഗുരുവിൻ്റെ പണി? ഒരു രാജ്യത്തിൻ്റെ മുന്നിലും ഇന്ത്യ ഇന്നേ വരെ തലതാത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് തലതാത്തുന്നത്. നിങ്ങൾ അനുമതി ഉണ്ടെങ്കിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അനുമതിക്ക് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും ഈ ട്രംപിൻ്റെ അനുമതി വേണ്ടി വരില്ല. നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോലെ നമ്മൾ. അപ്പോൾ എന്താണ് ഈ ട്രംപിൻ്റെ കയ്യിൽ മോദിജിൻ്റെ രഹസ്യം ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തോ ഒരു രഹസ്യം ഇല്ലാതെ ഒരിക്കലും മോദിജി ഇത് ചെയ്യൂല എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. ഇതിന് പെട്ടെന്ന് ഒരു പോൺ വഴി കണ്ടെത്തണം. ആ പോൺ വഴി കണ്ടെത്തിയിട്ട് ഈ അമേരിക്കക്ക് നല്ലൊരു അടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമേരിക്കയ്ക്ക് വേണ്ടി ഓക്കാനിച്ച് നിൽക്കലല്ല, അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവൻ അടങ്ങി നിൽക്കുള്ളൂ. അവനെ പേടിക്കേണ്ട ആവശ്യം നമുക്കെന്താണ്? നമ്മളെ രാജ്യത്തിൻ്റെ ഭരണാധികാരി അവനാണോ? നമ്മളെ രാജ്യത്തേക്ക് അന്നം തരുന്ന അവനാണോ? നമ്മൾക്ക് അവനായിട്ട് എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. നമുക്ക് അവൻ്റെ സാധനം ഒന്നും ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ അവൻ്റെ സാധനത്തിന് ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഒരു ആവശ്യമില്ലാതെ നമുക്ക് ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ ഒരുപാടില്ല. ഇവിടെ ആ രാജ്യങ്ങളിൽ നിന്ന് സാധനം എടുത്താൽ പോലെ എന്തിനാ അമേരിക്കൻ്റെ സാധനം തന്നെ വേണമെന്നുള്ളത്? എന്താണ് ഇത്ര വാശി? അപ്പം പിന്നെ അമേരിക്കൻ്റെ അനുമതി എന്തിനാണ് നമുക്കൊരു സാധനം ഇറക്കാൻ? അതുകൊണ്ട് മാക്സിമം അമേരിക്കക്ക് കൊടുക്കേണ്ട പണി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ തല താത്തി കൊടുക്കലല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.